2 ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസറും ടാർജറ്റുമാണ് വിക്ഷേപിക്കുന്നത്. ഒന്നിച്ച് വിക്ഷേപിച്ച ശേഷം ബഹിരാകാശത്ത് വെച്ച് 2 വഴിക്ക് പിരിയും. പിന്നീട് ഇവ വീണ്ടും ഒത്തുചേരും. അതാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ദൌത്യം. 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് എളുപ്പമല്ല. വേഗനിയന്ത്രണം കൃത്യമായിരിക്കണം. കൂടിച്ചേർന്നാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും വേണം. ഘട്ടം ഘട്ടമായി വിക്ഷേപിച്ച പിന്നീട് ബഹിരാകാശത്ത് വെച്ച് കൂടിച്ചേർക്കുക മാത്രമാണ് പ്രായോഗികം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ഈ സാങ്കേതികവിദ്യ ആവശ്യമാണ്. ചൈനയും അമേരിക്കയും സോവിയറ്റ് യൂണിയനും സ്വന്തം ബഹിരാകാശ നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കിയതും ഈ വിദ്യയിലൂടെയാണ്. സ്പാർഡെക്സ് ദൌത്യം വിജയിച്ചാൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യയാവും. 24 വ്യത്യസ്ത പരീക്ഷണങ്ങളും PSLV വിക്ഷേപണത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ യന്ത്രക്കൈയും വർക്കിംഗ് റോബോട്ടിക് ആർമിയും ഇതിലുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.